മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 21 വരെ വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ദൂരെ വെച്ച് തന്നെ ആ പിതാവിനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അമ്മയോട് കലഹിച്ച് ഒരിക്കൽ അവരുടെ ഏക മകൻ ഒളിച്ചോടി. അവൻ മറുനാട്ടിൽ എവിടെയോ പോയി ഏറെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ ആരംഭിച്ചു. എന്റെ മകനെ കാണാതെ വന്നപ്പോൾ സ്നേഹനിധിയായ അമ്മ ഏറെ വിഷമിച്ചു. അവൻ തിരിച്ചു വരുന്നതും കാത്ത് അവർ ഇരുന്നു. ആഹാരം കഴിക്കാതിരുന്നത് കൊണ്ട് അമ്മ ക്ഷീണിച്ച് അസ്ഥിമാത്ര ശരീരമായി തീർന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മകന്റെ കത്ത് കിട്ടി. അമ്മേ, എന്നോടിപ്പോഴും പിണക്കമാണോ അമ്മയ്ക്ക്? അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ വരുന്ന 21-ാം തീയതി ഞാനൊരു ബസ്സിൽ നമ്മുടെ വീടിന്റെ മുന്നിലൂടെ പോകും. അപ്പോൾ ഒരു വെളുത്ത തുണിക്കഷ്ണം വീടിന്റെ മുൻപിൽ അമ്മ തൂക്കിയിടണം. അത് കണ്ടാൽ ഞാൻ അവിടെ ഇറങ്ങും. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഈ മകൻ നഷ്ടപ്പെട്ടെന്ന് കരുതുക. 21-ാം തീയതി അവൻ ആ വഴിയിൽ കൂടി ബസ്സിൽ പോയി. തന്റെ വീട്ടിലേക്ക് നോക്കി അവൻ വിളറി വെളുത്തു. വീട് മുഴുവൻ വെള്ള പൂശി. വെള്ള തുണികളാൽ ആ പരിസരം മുഴുവൻ നിറച്ചിരിക്കുന്നു. മാവിലും തെങ്ങിലുമെല്ലാം വെള്ളത്തുണികൾ. കൂടാതെ അമ്മ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് വഴിയോരത്ത് അവനെ നോക്കി നിന്നിരുന്നു. അവനെ കണ്ടപ്പോൾ അമ്മ ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മകനും വിങ്ങിപ്പൊട്ടി. അത് കണ്ടുനിന്ന അയൽക്കാരുടെ മിഴികളിലും കണ്ണുനീരിന്റെ നനവ്. അതേ, നല്ല മാതൃകയാണ് ഏറ്റവും വലിയ സമ്മാനം. ദൈവത്തിന്റെ നമ്മളോടുള്ള സ്നേഹത്തെ വ്യക്തമാക്കുന്ന ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ പതിയണം. നമുക്ക് വേണ്ടി കണ്ണും ദൂരെ നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ ആഴപ്പെടുത്തേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.